ഹായ്, അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇറങ്ങുന്നു. വേറെ ആർക്കും അല്ല, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ നല്ല പ്രശസ്തിയായ തീർത്ഥാടനയ്ക്കുള്ളൊരു വീഡിയോ കേട്ടോ. തീർത്ഥാടനം ഇങ്ങനെ ഇരുന്നിങ്ങനെ തീർത്ഥാടന ഒരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് പറയും, ഇവരുടെ വീഡിയോ കാണുവാൻ സമ്മതിക്കണം. മണ്ടന്മാർ പൊട്ടന്മാർ എന്നൊക്കെ വന്ന് എത്ര മണ്ടന്മാരും പൊട്ടന്മാരാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഞങ്ങളായാലും തെറിത്താത്ത ഇത്രയും വലിയൊരു പേരില്ല. തെറിത്താത്താന്ന് പ്രശസ്തിയിൽ അറിയപ്പെടാൻ എന്താ വെച്ചാൽ എല്ലാവരും റിയാക്ഷൻ ചെയ്യുമ്പോൾ ഈ താത്തേനെ പറയണതാണ് തെറിത്താത്ത. അപ്പോൾ അറിയാലോ താത്തയുടെ ഗുണങ്ങളാണ്. താത്തയ്ക്ക് എത്ര വിദ്യാഭ്യാസം നേടാൻ എന്താ കാര്യം? നാവെടുത്ത തെറി മാത്രം പറയാം. താത്ത മാത്രം ലോകത്ത് നല്ലൊരു സ്ത്രീ. താത്ത മാത്രമാണ് ഈ ലോകത്ത് ഏറ്റവും നല്ല സ്ത്രീ. താത്തേനെ കണ്ടുള്ള എല്ലാവരും പഠിക്കാൻ. ഇനിയുള്ള ജനറേഷൻ ഈ മെസ്സേജ് എന്താ കൊടുക്കണേ വരുന്നത്? നീ എന്താ കൊടുക്കുന്നത്? നീ നാട്ടുകാരെ തെറി പഠിപ്പിക്കരുത്തല്ലേ? തെറിയല്ല ക്ലാസ് എടുക്കണം നിന്റെ ചാനലിലൂടെ. നല്ല വാക്ക് എന്തിനു പറഞ്ഞു? നീ ഇതിൻ്റെ മേലെ എന്ത് ഇട്ടായിരിക്കും തേങ്ങിയിട്ട് നിന്റെ പേർക്ക് എത്ര ആൾ കേസ് കൊടുത്തു പോകും നിന്നോട് തൊയിരക്കേടോണ്ട്. അത്രയും തെറി മാത്രം വായെടുത്താൽ പറയുന്നൊരു സ്ത്രീയെ തന്നത്. എന്നിട്ട് നിനക്കെങ്ങനെ എന്നെ പറയുന്നത് യോഗ്യതകള്? പിന്നെ നീ പറഞ്ഞൊരു വാക്ക്, അതായത് സ്ത്രീ കുട്ടി പറഞ്ഞു ഇവർക്ക് പ്രായമായി വയസ്സായില്ല, അപ്പോൾ ഇവർക്ക് റസ്യം, പിന്നെ ഈ കുട്ടികളെ നോക്കാൻ ആരുള്ളതെന്നൊക്കെ എൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഇവരുണ്ടാക്കിയ കുട്ടികളെ ഇവരല്ലാണ്ട് വേറെ ആരും നോക്കുന്നത്. ഞാൻ നിന്നോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടാ? തെരത്താത്തോട് നോക്കാൻ പറഞ്ഞു. ഞാൻ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ കുട്ടികളെ നോക്കാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടാ? തെരത്താത്തോട് പറഞ്ഞിട്ടുണ്ടാ? തെരത്താത്താണ് എൻ്റെ മക്കളെ നോക്കുന്നത്. ഇവർക്ക് ഇതിന് അസുഖം ഉണ്ടായിരുന്നില്ലേന്ന്? 6-8 വർഷത്തെ മുന്നത്തെ കാര്യം താത്ത. അല്ലാണ്ട് ഇന്നലെ പ്രസവിച്ച കുട്ടികളെല്ലാവരെയും ഞങ്ങൾക്ക് ഇപ്പം അടുത്തായിട്ട് എൻ്റെ വ്ളോഗ് കാണാൻ എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അസുഖങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നിന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും എനിക്ക് വേണ്ട, മനസ്സിലായോ? അയ്യോ, താത്തക്ക് ഇതന്നെ ഒരു പണി. താത്തേനും മോന് വെച്ച് എന്തോരം ആൾക്കാർ വീഡിയോ ഇട്ടുണ്ട്. താത്ത മോൻ്റെ കൂടെയാണ്. അതിന് വലിയ ശിക്ഷ ഈ ലോകത്ത് കിട്ടണോ? നമ്മൾ ജന്മം തനിക്ക് മോൻ്റെ കൂടെയാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് കേൾക്കണം. അതിന് മാത്രം അല്ലേ? ഒന്ന് ആലോചിക്ക്. താത്തേനെ സ്വയം താത്തൊന്ന് ആലോചിക്കും. ഈ മുല്ലപ്പൂട്ടിട്ട് കാറിൽ എഴുന്നിട്ട് ഈ ആ നാട്ടുകാരെ തെറി വിളിക്കാൻ നല്ലാണ്ട് താത്ത എന്ത് പണി ചെയ്യുന്നു? താത്ത വിദ്യാഭ്യാസം ഉണ്ടായിട്ട് താത്ത വിദ്യാഭ്യാസം വല്ല ജോലിക്കാണ് പോകുന്നത്. താത്തയും ഇതിലിരുന്നിട്ട് നാട്ടുകാരുടെ കുറ്റം കുറവും കണ്ടുപിടിക്കില്ല. അല്ലെങ്കിൽ താത്തേരെ വല്ല ഗുണമുണ്ട്. എനിക്ക് പണിയെടുക്കാൻ മടി അത്ര. താത്തയുടെ പണി എനിക്ക് പറ്റും 1, 2, 3, 4 അങ്ങനെ. അത് ഒരാളുടെ മേത്ത് മാത്രം ആ പണിക്ക് പറ്റുന്നത്. ഇങ്ങനെ പറയണ ഞാൻ വിചാരിച്ച കാര്യമല്ല. അങ്ങനെയാണ് താത്തേനെ അറിയപ്പെടുന്നത്, തീർത്താത്ത. പിന്നെ എൻ്റെ സംസാരം മനസ്സിലാവാണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണാതെ വെച്ച് കാണണ്ട കേട്ടോ. അതിന് കമൻറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരൊറ്റ കമൻറ്റ് ഞാൻ കണ്ടുള്ളൂ. വേറെ എൻ്റെ കമൻറ്റുകളൊന്നും നോക്കിയില്ല. ഇങ്ങനെ ആ വീഡിയോ കാണേണ്ട അതിൽ ഒരു കമൻറ്റ് ഇങ്ങനെ കാണുക. ഇവരെ ഉപ്പുമള്ളായിട്ട് വീഡിയോ കാണുന്നത് എൻ്റെ സംസാരമാണ്. ഞാൻ പറയാം, എൻ്റെ നാവിൻ്റെ അടിയിൽ ഒരു കെട്ടുണ്ട്. അത് കുട്ടിക്കാലം തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാവാത്തവർ എൻ്റെ വീഡിയോ കാണുന്ന ഒരു നിർബന്ധമില്ല. ഞങ്ങൾ മനസ്സിലാക്കാൻ ഭാഷ മനസ്സിലായി ഞങ്ങൾ മനസ്സിലാക്കുന്നവർ കൂടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നത്. പിന്നെ താങ്കൾ 100 പ്രാവശ്യം എന്താണ് നാട്ടുകാർക്ക് മെസ്സേജ് ചെയ്യുന്നത്, നാട്ടുകാർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കണമെന്നൊക്കെ. എൻ്റെ തെരുത്താത്ത എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാർ നല്ല ടീച്ചർമാരും നല്ല ലെക്ചർമാരും ഒക്കെയാണ് ആ ഒരു സന്തോഷിക്കുന്നത്. അവർ വിദ്യാഭ്യാസം താത്തേടാന്തിയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും. അവരൊക്കെ ഒരുപാട് മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവുള്ളവർ. അല്ലാണ്ട് നിങ്ങളുടെ പോലെ യൂട്യൂബിലും വന്നിരുന്ന് തെറി പഠിപ്പിക്കുകയല്ല പിള്ളേരെ. ഇനിയുള്ള ജനറേഷനിലേക്ക് കൊടുക്കണ തെറികളല്ല താത്തേടാന്തി അവർ പഠിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ മോളെ നോക്കിയോ എൻ്റെ കാര്യം നോക്കിയോ എൻ്റെ വീട്ടിലെ താത്തയ്ക്കാണോ അറിയാം? താത്തയാണോ വന്ന് നിൽക്കുന്നത്? എൻ്റെ വീട്ടിൽ ഞാൻ എത്ര പണിയെടുക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നത് താത്തയാണ്. പിന്നെ 42 വയസ്സായവർക്ക് അസുഖങ്ങളൊന്നും വരില്ലേ? ഇത്ര വയസ്സ് കഴിഞ്ഞാലാണ് ഒരാളുടെ ശരീരത്തിന് കേടുകൾ വരളോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 10, 50, 60, 70 വയസ്സ് കഴിഞ്ഞാൽ മാത്രം മരിക്കാൻ പാടുള്ള അസുഖങ്ങൾ വന്നിട്ട് ബാക്കി ആർക്കും അസുഖങ്ങൾ വരാൻ പാടില്ല. താത്തേനൊക്കെ പനം പോലെ വളർത്തും. താത്തേനെ പനം പോലെ വളർത്തും. താത്തേനെ കുറെ അനുഭവിക്കാൻ എടുക്കുന്നത്. താത്തയ്ക്ക് കുറെ ആൾക്കാരുടെ പണി അറിയണ താത്തയാണ്. കാരണം താത്തയ്ക്ക് ഇനിയും കുറേ വർഷങ്ങൾക്ക് എടുക്കുന്നുണ്ട് താത്ത. അപ്പോൾ എൻ്റെ വീട്ടിലെ പണി താത്തയാണോ നിൽക്കുന്നത്? വയസ്സും പ്രായം പറഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് അസുഖം വരും. എനിക്ക് 42 വയസ്സ് തന്നെ ഉള്ളൂ. അത് യാതൊരു സംശയവും വേണ്ട, മനസ്സിലായ? എനിക്ക് 42 വയസ്സിൽ 10 ഓപ്പറേഷനുകൾ കഴിഞ്ഞ് എനിക്ക് എൻ്റെ ബ്രസ്റ്റിന് വന്ന പ്രശ്നങ്ങളിൽ എൻ്റെ ലിവറിന് പ്രശ്നം വന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആസ്ട്രൽ എടുത്തുകൊണ്ടിരിക്കണം. ഇന്നിപ്പോൾ ഉന്നോളം സ്കൂളിൽ പോയിട്ട് ഓൾറെഡിക്ക് കണ്ണിന് മൂടലുണ്ട്, കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം കുറച്ച് നാളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീറോയിഡ് 2 വർഷം കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റീറോയിഡ് നയൻതാര മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അവർ ഇത്ര വർഷം കറക്റ്റ് പിടിച്ചിട്ടാണ് ഡിസംബർ 2 വർഷമായപ്പോഴാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഡോക്ടർ ആസ്ട്രൊന്നും പോയോട് കൂടിയിട്ട് ഞാൻ
അതങ്ങോട്ട് ഇതാക്കി. പക്ഷെ ഇന്ന് മക്കളുടെ സ്കൂളിൽ സൈൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണ് എനിക്ക് ഒപ്പിടുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് കാഴ്ച പോയ പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ഞാൻ അതിൻ്റെ ബില്ലടക്കണം, ഞങ്ങൾ ഇതേപോലെ കണ്ണ് ടെസ്റ്റ് ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ കാഴ്ചയ്ക്ക് ഏകദേശം എൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കാഴ്ചയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ അസുഖം ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല താത്തയെ. താത്ത ഇനിയെങ്കിലും മനസ്സിലാക്കും, മനുഷ്യന്മാരെ മനസ്സിലാക്കും. തെറി പറയാൻ മാത്രമല്ല, മനുഷ്യ നിങ്ങൾ പഠിക്കില്ല, പണിയെടുക്കില്ല, മടിച്ചു തള്ളയാണ്. താത്ത എൻ്റെ പോലെ ഒന്ന് പണി അല്ല, താത്തയുടെ പണി എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ എടുക്കാൻ എൻ്റെ വീട്ടിലെ പണി താത്തയ്ക്കും പറ്റില്ല. താത്തയ്ക്ക് ഈ കാറിൽ വന്നിരുന്ന് ആൾക്കാരെ തെറി വിളിക്കാൻ എന്നെ താത്തോട് കൊള്ളുള്ളൂ, അല്ലാണ്ട് ഒരു വകയ്ക്കും താത്തേനെ കൊള്ളില്ല. ഈ തെറി വിളിക്കാൻ മാത്രം വന്നിരിക്കും. താത്തയുടെ വ്ളോഗ് എന്താ? തെറിപ്പാട്ടാണ്, നാട്ടുകാരെ കുറ്റം പറയും. ഇതല്ലേ താത്തയുടെ ജോലി അല്ലേ? ആര് പറയുന്നത് തെറിത്താത്ത? ഇങ്ങനെയാണ് താത്തേനെ അറിയപ്പെടുന്നത്. എന്ത് രസമല്ലേ? തെറിയില് പണിയിലും ഡിഗ്രി എടുത്തുണ്ടാവും. പക്ഷെ ഞാൻ അതില്ല. ഞാൻ സാധാരണക്കാരി എഴുതിയിട്ടമ്മ. എനിക്ക് വിദ്യാഭ്യാസ കുറവുണ്ട്. ഞങ്ങൾക്ക് അറിയണ പോലെയാണ്. എന്നോട് പെട്ടണ പോലെ എൻ്റെ 4 മക്കളെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ 4 മക്കളെ നോക്കിയിട്ടുണ്ട്. അവർക്ക് ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് ജീവിക്കാനുള്ള മാർഗം എനിക്ക് നോക്കണം. ഞാൻ എൻ്റെ ആരോട് മണ്ട, എൻ്റെ 2 മക്കളെ നോക്കാം, ആരോട് മണ്ട. ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തുന്നത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ മക്കളെ നിങ്ങൾ തന്നെയല്ലേ നോക്കണത്? അതേ കഷ്ടപ്പെട്ട് വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല, വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു വയസ്സായത് തന്നെയാണ്. എനിക്ക് പേടിയുണ്ട്. എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. എൻ്റെ അസുഖത്തിന് എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ലിവർ സിറോസിസ് വന്നിട്ട് തന്നെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞ് നവംബർ അറിഞ്ഞ് പിന്നത്തെ നവംബറിൽ അറിഞ്ഞ് പിന്നത്തെ ഡിസംബർ ആകുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അപ്പം ഓൾറെഡി എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയില്ല. എൻ്റെ അസുഖത്തെ പറ്റി എനിക്കൊരു ടെൻഷനും പേടിയില്ല. അതെന്ത് എനിക്ക് ടെൻഷനില്ല. എനിക്ക് എൻ്റെ 2 കുഞ്ഞു മക്കളെ കാണണം. അവരുടെ കൂടെ ജീവിച്ചു കൊതി തീരാത്തൊരു അമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടും മേലും കൈവേദനയും 2 പ്രസവം കഴിഞ്ഞിലേക്ക് റെസ്റ്റ് കിട്ടാത്തതിന് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തുണ്ട്. എനിക്കിത് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? നിങ്ങൾ ഇരുന്ന് ചരച്ചതിനുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. മനസ്സിലായി? താത്തയ്ക്ക് എന്ത് യോഗ്യതല്ല താത്തയ്ക്ക് ഞങ്ങളെ വന്ന് കുറ്റം പറയാൻ? താത്തയ്ക്ക് നല്ല ജീവിതം ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. സ്വന്തം മക്കളെ ഭർത്താവിനെ നല്ല ജീവിതം ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെയല്ലേ താത്തയുടെ ജീവിതം അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല. താത്തയ്ക്ക് അത് ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ എനിക്കത് ക്രെഡിറ്റ് ഇല്ല. എനിക്ക് എൻ്റെതായ അസുഖങ്ങളും എൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളോടും കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും പറയും എനിക്ക് വയ്യാതിനാണ്. ഇപ്പോൾ കാലത്ത് ഇറങ്ങിയതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന്. ഇത് താത്തയ്ക്കുള്ളതല്ല. ഇത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരോടാണ്. ഇപ്പം എന്താ പറയുക, ഷോപ്പിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷോപ്പിൽ നിന്ന് വിളിക്കും. ഷോപ്പിൽ ലോഗോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 മണിയാകുമ്പോൾ ഒരു കുട്ടി കയറുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉച്ചത്തേക്കുള്ള ഫുഡ് രാവിലത്തെ ഫുഡ് വെച്ചുണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകണം. എന്താ വെച്ചാൽ ഇവിടെ കുഞ്ഞിൻ്റെ അച്ചുണ്ട് കുണുക്കൻ്റെ കുണിക്കുന്നുണ്ട്. ഇവർക്കുള്ള ഫുഡ് ഞാൻ രാവിലത്തെ ഉച്ചത്തിൽ വെച്ചു. ഞാൻ 9 മണിയാകുമ്പോഴേക്കും ഷോപ്പിൽ വന്ന ശേഷം ഞങ്ങൾ അന്ന് എല്ലാവരും കൂടി ചായ കുടിച്ചതിന് ശേഷം ഉണ്ണോളെ ഡ്രസ്സൊക്കെ മാറ്റി ഉണ്ണോളെ സ്കൂളിലേക്ക് പോയി. അവിടെ 2 മണിക്കൂർ യൂണിഫോമും പുസ്തകവും കാര്യങ്ങളൊക്കെ മേടിച്ച് വരുമ്പോൾ 2 മണിക്കൂർ. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോയി. ഞങ്ങൾ പോണത് എന്തിനാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഷോപ്പ് ടൈലുണ്ടെങ്കിൽ ഒരു 20,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്നു ഒരു 3-4-5 കടകൾ. താത്തോടല്ല താത്തോടല്ല ഈ കാര്യം, താത്തത് കഴിഞ്ഞു. പിന്നെ നമ്മളെ സ്നേഹിക്കണവരോടാണ് എൻ്റെ ഒരു സാഹചര്യം, എൻ്റെ ഒരു അവസ്ഥയ്ക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്നെ സ്നേഹിക്കണവരോട് ഒരു 5-6 കടകൾ കീറി നമുക്ക് ടൈൽ വിലക്കുറവിന് കിട്ടുമോ, നമുക്ക് ഇടാൻ പറ്റുമോ എന്താ വെച്ചാൽ നമ്മളെ സ്വന്തം കട നമ്മൾ റെൻറ്റിനല്ല. അപ്പം നമ്മൾ എന്തെങ്കിലും നാളോട് ഇറങ്ങി വരുമ്പോൾ നമുക്കതൊന്നും പിന്നെ എടുക്കണവർക്ക് ആ ടൈൽ ആവശ്യം അവർ കുത്തി പൊളിച്ചിട്ടാണ് വേറെ ഉണ്ട്. അതാണ് ഷോപ്പിൻ്റെ കാര്യം. നമ്മൾ വീട്ടിൽ ടൈൽ കുറേ കാണാൻ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു കാർപ്പറ്റ് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ കാർപ്പറ്റുകളുടെ കടകൾ അന്വേഷിച്ചിട്ടായി ഈ വിനോളി അതും അന്വേഷിച്ചിട്ടായി. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓരോ കടകൾ എത്ര റേറ്റ്, ഇത്ര അടിക്ക് ഇത്ര രൂപ. അപ്പോൾ അവിടെ നിന്ന് ഫോൺ എടുക്കും, അത് കൂട്ടും. അപ്പോൾ പണിക്കൂലി ഇപ്പോൾ ഇത്ര, പശ ഇത്ര രൂപ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിലുള്ള ഞങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഓരോ കടയിൽ കയറി ഞങ്ങളുടെ ഷോപ്പ് റെൻ്റൽ ഓർണമെൻറ്റ്സ് ആയിരുന്നു. അത് ഞങ്ങൾ ടെക്സ്റ്റൈൽസ് ആക്കണം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യണം. റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാപ്പോഴാണ് അക്ഷയയിൽ പറയുന്നത് എൻ്റെ പേർക്കായിരുന്നു ലൈസൻസ്. നിങ്ങളുടെ ആധാർ കാർഡ് 1075 എൻ്റെ ലാസ്റ്റ് നമ്പർ. പക്ഷെ അതിന് 1078 എടുക്കണം. ഈ നമ്പറിലാണ് എൻ്റെ ആധാർ ലിങ്ക് ആയിരിക്കുന്നത്. നമ്മൾ അങ്ങനൊരു ഫോൺ നമ്പർ ഞങ്ങൾക്ക് ഇല്ല. 5-8 വർഷമായി യൂസ് ചെയ്യുന്ന
ഫോൺ അങ്ങനെ ഒരു നമ്പർ ഞങ്ങളുടെ ഇല്ല. അപ്പോൾ ഇല്ല അങ്ങനെയാണെന്ന്. അപ്പോൾ അത് ശരിയാക്കാൻ അവരോട് അത് അപ്ഡേഷൻ ചെയ്യാൻ നമ്മുടെ നമ്പർ മാറ്റാൻ ലിങ്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആ സ്റ്റാഫ് അവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഇന്നില്ല, ഞാൻ എന്താ വരുന്നതാണ് തിങ്കളാഴ്ച വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ അക്ഷയിലാണ് നമുക്ക് പോയി നമുക്ക് പലയിടത്തും പല സ്ഥാപനങ്ങളും പലരുണ്ട്. നമുക്ക് ചെയ്തു തരാൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യം നമ്മൾ ഷെയർ ചെയ്യാനും പറയണം. അങ്ങനത്തെ അടുത്തേക്ക് നമുക്ക് കൂടുതലെത്താം. അത് അപ്പം അതിൻ്റെ പിന്നാലെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സൊസൈറ്റി പോകണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോഴേക്കും കുളിക്കാനും ട്യൂഷൻ ഉണ്ടാക്കണം. അപ്പോൾ വീട്ടിൽ വന്ന് അവരുടെ അടുത്ത് അവരെ ട്യൂഷൻ ഉണ്ടാക്കി നമ്മൾ എങ്ങനെ പോയി കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച ഹോസ്പിറ്റലിൽ സ്കൂളിൽ പോയപ്പോൾ. അപ്പോൾ അനിയനും ചെറുതായിട്ട് ഷുഗറിൻ്റെ ഒരു പ്രശ്നം കണ്ണിലേക്ക് ഇങ്ങനെ മങ്ങിൽ വന്നു, എനിക്കും വന്നു. അപ്പം നമ്മൾ ഈ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി കഴിഞ്ഞില്ലേ, എനിക്ക് വണ്ടിയിൽ അതിൻ്റെ കടന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം ചേട്ടാ, ഭയങ്കരമായിട്ട് ചിലപ്പോഴൊക്കെ കാറിലേക്കുമ്പോൾ അതിൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, അത് വെച്ചെങ്കിൽ കുറേ നേരത്തേക്ക് സമാധാനമായിട്ടോ. അപ്പോൾ കണ്ണ് ഡോക്ടർ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടവരുണ്ട്. ഞാൻ 2 ഡോക്ടറെ കാണിച്ചു, കണ്ണടയ്ക്ക് എഴുതുന്നു. അപ്പോൾ അത് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ പിന്നെ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഓരോ കടകൾ കയറാണ്ടത്, അങ്ങനെ ഓരോ കടകൾ ഇതൊക്കെ കടയുടെ സംബന്ധിച്ച് കാര്യത്തിൽ പോയി വന്ന് 7 മണിയായി. 7 തുടങ്ങി നമ്മൾ 7:15 ഞാൻ വീട്ടിലെത്തും. ഇനി ഇവിടെ എത്തി ഇവിടെ കുറേ മക്കളൊക്കെ ഇല്ലേ, അവർക്ക് ഇനി രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളും വെച്ചോളൂ. ഞാൻ എന്ത് ചെയ്യും? താത്ത ഒന്നും ഉണ്ടാക്കി വരും. ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യും. രാത്രി താത്ത ഞാൻ എവിടേക്കൊക്കെ പോകും. ഞാൻ പറയാം എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പറയാം. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളല്ലാണ്ട് ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോഴേ അന്നേട്ടനോട് പറഞ്ഞിട്ടുള്ള കാര്യം, അന്നേട്ടാ ആരും ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പോൾ ആദ്യമൊക്കെ എന്തിനൊക്കെ അപ്പോൾ ഷെബി വായോ പൊന്നുവായോ കുഞ്ഞുവായോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നേട്ടാ. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ നമുക്കിത് വീണ്ടും സാധാരണ നമ്മൾ ഇവരെന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. ഇവരില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവർ വരണ്ടേ, ഇവരെല്ലായിരുന്നു എല്ലാ കൈകാര്യം. അപ്പം ഞാൻ എന്നോട് ഈ പ്രാവശ്യം ഒരു നിർബന്ധ കാര്യമാണത്, നമ്മൾക്ക് പെറ്റണ പോലെ നമുക്ക് പോവാം, നമുക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് വരാം. ഞങ്ങളെപ്പോഴും മക്കൾ എല്ലാവരും ഇപ്പം അവിടെ പോയിട്ട് സാധനം എടുക്കുമ്പോഴായാലും ഞാൻ പൊന്നിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഒരു സാരികൾ സെലക്ട് ചെയ്യുന്നത് തന്നെ. പൊന്നു ഇത് നോക്കി പൊന്നു ഇത് ഇഷ്ടമായി എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് തലേദിവസം വരെ പൊന്നിനെ വിളിച്ചിട്ടൊക്കെയാണ് എനിക്ക് പറ്റണ പോലെ സമയമാണ്. ഞാൻ രാവിലെ എണിച്ച് ഞങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ് വണ്ടിയിൽ കയറാനായിട്ടാണ് ഞാൻ പൊന്നിനെ വിളിക്കുന്നത്. കുഞ്ഞിനെ വിളിക്കാറില്ല, പൊന്നിനെ വിളിക്കാൻ സ്ഥിരം. കുഞ്ഞിനെ വിളിക്കില്ല, കുഞ്ഞെ ഉറങ്ങി എണിച്ചാൽ അവൾ വിളിക്കട്ടേക്കുള്ളൂ. എന്താ വെച്ചാൽ അവർ നേരെ വൈകിട്ട് കിടക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് 10-11 മണിക്ക്. അപ്പം ഞാൻ രണ്ടാളേക്ക് രാവിലെ വിളിക്കും. വിളിച്ച് 3-4 ആഴ്ച ഇവരെ എടുക്കില്ല. അപ്പോൾ എനിക്കറിയാം ഇവർ ഉറങ്ങുമായിരിക്കും. പിന്നെ ഞങ്ങളുടെ തിരക്കും ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ഇടയിൽ 2 കുട്ടികളുടെ തല്ല് കാണും, വഴക്ക് കാണും, എല്ലാം കാണണം. എനിക്കിങ്ങനെ ആൾക്കാർ പറയണ ഈ സ്ത്രീ ശരിയല്ലാത്തത്. ഞാൻ എന്താ ശരിയല്ലാത്ത? ഞാൻ ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ സത്യസന്ധത എന്ന് പറയണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സത്യമുള്ള അതാവും താത്ത ഉദ്ദേശിക്കുന്നത് ശരിയാ. താത്തേടെ അത്ര ശരിയല്ല. താത്തേടെ ഞാൻ സാധാരണ ഒരു വീട്ടമ്മ, ഈ ഭർത്താവിൻ്റെ ഈ മക്കളിൽ ഈ വീടിനുള്ളിൽ ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മ. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി 10 രൂപ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മ. അത്രയ്ക്ക് ക്വാളിറ്റി തന്നെയുള്ളൂ എനിക്ക് ഇനി ഇതിൻ്റെ അപ്പുറം വലിയ ആളാണ് ആഗ്രഹമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ പോലെയൊക്കെ ഭയങ്കര ഹൈടെക് ആയിട്ട് അതൊന്നും എനിക്ക് ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജീവിതം ഈ അച്ഛനെയും മക്കളെയും കൂടെയുള്ള ജീവിതമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യണം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ഈ മോഡൽ ആ സമയത്തല്ല ഒരു അമ്മയുടെ അവസ്ഥ. ഞാൻ പൊന്നിന് ബ്ലീഡിങ്ങും കാര്യങ്ങളാണെങ്കിൽ ഞാൻ പൊന്നിൻ്റെ അടുത്ത് പോയി ഞാൻ കാര്യം ചെയ്തു കൊടുത്തത്. പോയിട്ടില്ലല്ലോ, ബ്ലീഡിങ് ആയിട്ടില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ വിളിക്കുന്നത്. പൊന്നു എനിക്ക് ചായ കുടിച്ചാൽ ഇല്ല ഷെബി കഴിക്കുന്നത്. ഒരു ദിവസം ഞാൻ പൊന്നിനോട് ഞാൻ പറഞ്ഞു, പൊന്നു റെസ്റ്റ് എടുത്ത് അമ്മ ഉച്ചത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഷെബിയോട് വരാൻ പറഞ്ഞു. ഒരു ദിവസം ഷെബി വന്ന് മേടിച്ചത്. പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചു, നിങ്ങൾ പോയില്ല ഭക്ഷണം വേണോ വെച്ചിട്ട്. അപ്പോൾ അവർ ഫോൺ എടുക്കുന്നത് കുറേ പ്രാവശ്യം എടുത്തിട്ട് എടുത്ത്. പിന്നെ മുഴുവൻ ഞങ്ങൾ കടയുടെ പർച്ചേസിങ്ങിന് രാവിലെ പോയി. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് പൊന്നു. എപ്പോഴും 2, 3, 4 നേരമൊന്നും എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരു നേരമൊക്കെ ഞാൻ വിളിക്കാം. ചിലപ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കും, അമ്മ എന്താ എവിടെയാണ് എന്താ വിളിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് വിളിക്കും.
എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിളിക്കാൻ പറ്റില്ല. ചില ദിവസം നമ്മുടെ കാത്തുമ്മയുടെ അടുത്തുണ്ട്. അപ്പം ഇവര് മൂന്നാളും ചേരില്ല. മാമനും മോളും ചേരും, മാമനും മേമി മോളും ചേരില്ല. അപ്പം ഇവരുടെ അടിയുടെ ഇടയിൽ നമ്മളും വിടും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വിളിക്കുമ്പോൾ അമ്മമ്മ വെച്ചിട്ട് നമ്മളെ ഓരോ പേര്. അപ്പം നമ്മുടെ പണികൾ അവിടെ ഒക്കെ ചിറ്റ്. നമ്മൾ 10 മണിക്ക് പോകണമെന്ന് വെച്ച സ്ഥലത്ത് നമുക്ക് 12 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ 12 മണിക്ക് പോയിട്ട് ചിലപ്പോൾ ഓരോ ഷോപ്പിൽ നമ്മൾ പർച്ചേസ് കയറുമ്പോൾ ഇത്ര മണി ഒരു ഷോപ്പുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മളതൊക്കെ ചെയ്ത് തീർത്ത് വരണം. ഞാൻ വിളിക്കും കുറേ നേരം നിൽക്കാൻ പറ്റും. കുപ്പിറ്റ് വേദനയാണ്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അസുഖങ്ങൾ ഞാൻ എന്ത് ചെയ്യും? 10-12 വർഷമായിട്ട് തൈറോയിഡ് ഉപയോഗിക്കാം. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ എന്തെനിക്ക് അസുഖം അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഒരു കാര്യം. വയ്യെങ്കിൽ മാത്രമേ ഞാൻ അടങ്ങി ഒതുങ്ങിയ സ്ഥലത്ത് എടുക്കുള്ളൂ. അല്ല വയ്യെങ്കിൽ അറിയാം ഇവിടെ വന്ന് ചുരുള്ളൂ. ഞാൻ പറയും ചെയ്യും അതിനായിട്ട് വിഷമം വിജയിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാനങ്ങനെ വന്ന് ഉറങ്ങണതോ കിടക്കണമെന്ന് തന്നെയാണ് ഇഷ്ടമില്ല. അതിൻ്റെ കൂടെ എപ്പോഴും ഞാൻ വേണം. ഞാൻ വന്ന് ഒറ്റ അപ്പം എനിക്ക് തീരെ പറ്റേണ്ട അതിനായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. അതിനായിട്ട് ക്ഷമിക്കണം. എനിക്ക് പറ്റാഞ്ഞിട്ട് അതിനായിട്ടേക്ക് വയ്യാഞ്ഞിട്ടാണ്. അല്ലാണ്ട് എനിക്കൊരു പണിയെടുക്കാൻ ഒരു മടിയുമില്ല. മനസ്സിലായോ? എൻ്റെ എല്ലാ അമ്മമാരും വീട്ടിലുള്ള അമ്മമാരും അവരുടെ വീട്ടിൽ തന്നെയാണ് പണിയെടുക്കുന്നത്. താങ്കളുടെ പോലെയല്ല തെറി പറഞ്ഞ് വന്നിരുന്ന് കളിക്കുന്നതാണല്ല. എൻ്റെ വീട്ടിലും എല്ലാ അമ്മമാരും ചെയ്യുന്നത്. എനിക്ക് എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. എന്നോട് പറ്റുന്ന ഇപ്പം അനിയേട്ടനായി വീട് അടിച്ചു കൊടുക്കുന്നത് അനിയേട്ടനെ ചെയ്യുക. അതുകൊണ്ടാ അറിയാം എൻ്റെ ഹെൽത്ത് മോശം. പക്ഷേ ഈ പണ്ട് ഇതൊക്കെ ആര് ചെയ്തതെന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും അനിയേട്ടനോട് ഞാൻ എടുത്ത് കുടിപ്പിക്കാറില്ല. അത് എൻ്റെ ഒരു ഇതാണ്. അനിയേട്ടൻ ഗൾഫിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നാട്ടിൽ വരിക. ആ ഒരു 3-5 മാസം അനിയേട്ടൻ സമാധാനം തന്നു. ആ സമയത്ത് അനിയേട്ടനോട് ഒരു കാര്യം ഞാൻ ചെയ്യിപ്പിക്കില്ല. പക്ഷേ എനിക്കിപ്പോൾ വയ്യെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഞാനിത് പറയുമ്പോൾ സങ്കടം തന്നു. വയ്യെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം രാവിലെ എണിച്ച് നമുക്ക് പോവാൻ ആരോഗ്യം ഉണ്ടായിട്ടല്ല ഒരു സ്ഥലത്ത് പോകണത്. നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ടാണ് നമുക്കിത് പോകണമെങ്കിൽ. കുഞ്ഞു കുട്ടികളപ്പോൾ കൊടുക്കുക. ഇന്ന് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് 2 നേരം ഉണ്ടാക്കി. അച്ചു കുളിക്കുക, കുഞ്ഞിന് കൊള്ളി കഴിക്കണം. കൊള്ളി ഉണ്ടാക്കി. അച്ഛനും ചപ്പാത്തി ചിക്കൻ. അപ്പോൾ കൊടുക്കുന്നത് 2 വേണ്ട. പറയാം മക്കളെല്ലാം തിരിച്ചു. ഞാൻ വേണമെങ്കിൽ തിന്നോന്നിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ മോനോട് കുറച്ച് കഴിയുമ്പോൾ അവിടെ എടുത്ത് തിന്നോട്ടാ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു വീട്ടമ്മയ്ക്ക് ചെയ്തു വെച്ചിട്ട് വേണം. എനിക്ക് പറ്റണ്ടേ? എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഈ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുന്ന പണ്ട് ഈ മേശ കാണുക. ഞാൻ നിലയ്ക്ക് ഫുഡുകൾ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് നിന്നുണ്ടാക്കും. ഒരാളുടെ സഹായമില്ലാണ്. അത് കുഞ്ഞിനും പൊന്നുമൊക്കെ ചെറിയ ഒറ്റയ്ക്ക് നിന്നുണ്ടാക്കും. അപ്പം എൻ്റെ അടുത്ത് ഗൾഫിൽ പോകുമ്പോൾ 10-30 കിലോ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കും. അതൊക്കെ ചെയ്തതൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല. ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നട്ടലിന് ഇഞ്ചക്ഷൻ ചെയ്ത് വരാം. അതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തണ്ടുവേന തള്ളി കളഞ്ഞ് വരുമ്പോൾ കുഞ്ഞിന് ഭയങ്കര തണ്ടുവേന. 29 ഇഞ്ചക്ഷൻ അതിൻ്റെ തണ്ടലൊക്കെ അടിച്ചു വെക്കും. മനസ്സിലായി? അപ്പോൾ എൻ്റെ പിന്നെ പറഞ്ഞു ആ കുട്ടിയുടെ അമ്മായിമ്മേനെ വീട്ടിൽ പോയി വന്നൊരു വീഡിയോയിൽ കുറ്റം എന്തൊക്കെ പറഞ്ഞു. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. താത്ത എല്ലാ സന്തോഷവും എല്ലാം നല്ല സ്വഭാവം കാണിച്ചിട്ട് താത്തയുടെ കൂടെ താത്തയുടെ ആദ്യ ഭർത്താവ് ഉണ്ടാ 2-3 ഇല്ലേ? ഏതൊക്കെ നടക്കുന്നുണ്ട് ഒരു താത്തയ്ക്ക്. ഏതാ വേണ്ട ഏതാ സ്ഥലത്ത് താത്തയ്ക്ക് താത്തയുടേതായ ലൈഫ് താത്തയ്ക്ക് അറിയണം അല്ലേ? ഞങ്ങൾക്ക് അറിയില്ല താത്തയുടെ ലൈഫ് എന്തൊക്കെയാണ് വന്നിട്ട് എന്തുകൊണ്ടാണ് ഒന്ന് വിട്ട് രണ്ടാണ് എനിക്കതറിയില്ല. എനിക്കിത് പറയുമ്പോൾ പുച്ഛമായിരിക്കും. പക്ഷെ താത്ത അനുഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പറയും ഇവർക്ക് ഇതിന് ഈ 2 കുട്ടികളെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 2 കുട്ടികളെ ഉണ്ടാക്കി ഞാൻ 55 വയസ്സിലല്ല താത്ത. ഇപ്പോൾ മോനെ ഉണ്ടാക്കുമ്പോഴേക്ക് മോൻ ജനിക്കുമ്പോഴേക്ക് എത്ര വയസ്സുണ്ടാവും? കൊടുക്കേണ്ടത് 35 വയസ്സിലാണ്. 34 വയസ്സ്. കുണിക്ക് മോളേനെ 36-37 വയസ്സിൽ. അന്ന് എൻ്റെ പ്രായം ചെറുപ്പമാണ്. ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കൂടാന്നൊന്നും മനുഷ്യസ് ഇതില്ലേ പറയാൻ പറ്റുമോ? എല്ലാം പണി വൈകിയെങ്കിലും വീട്ടിലെല്ലാം പണി ഞാൻ ചെയ്യണില്ലേ? അപ്പം അതുപോലെ എല്ലാം പണി ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഭാര്യ എനിക്ക് എന്നോട് എൻ്റെ ഉത്തരവാദിത്തമുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തു പോകുന്നുണ്ട്. അതിന് ഞാൻ മുടക്കും കാര്യമില്ല. അത് എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം ഞാൻ കാണാറുണ്ട്. അല്ലാണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ഒരു റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. അടുത്തടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാരല്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് മുൻകൂട്ടി വല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ? നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇല്ല എന്നൊന്നും പറയണില്ല. വെറുതെ അസുഖങ്ങളില്ലാണ്ട് ഇപ്പോൾ എക്സ്റ്ററിലും മാസം പോയിട്ട് ചെക്കപ്പ് ബ്ലഡ് ടെസ്റ്റിലും മരുന്ന് കഴിക്കലും ചെയ്യുന്ന കാര്യമില്ലല്ലോ. ഉണ്ടാ? അപ്പോൾ എനിക്ക് എൻ്റെതായ അസുഖമുണ്ട്. താത്തയ്ക്ക് മനസ്സിലാവണമെന്നില്ല. താത്ത പറഞ്ഞേ പൊട്ടം കളിക്കുക. താത്ത നിങ്ങളുടെ കാണുന്ന വീഡിയോ കാണുന്ന
ആൾക്കാരെ സൗമ്യകളും താത്തയുടെ അഭിനയം ഒന്ന് കാണുമ്പോൾ ചുണ്ടുകൊണ്ടുള്ള ആക്ഷനുകളും കാര്യങ്ങളും ഒക്കെ കാണും, പൂച്ചഭാവമൊക്കെ. താത്തയുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ കാര്യം കേട്ടു തെറിയിരുന്ന് പറയണതാണോ താത്ത നല്ല കാര്യം എനിക്ക് അറിയാനൊക്കെ. താത്ത വീഡിയോ ഇട്, നല്ല നിലയ്ക്ക് വീഡിയോ ഇട്. ഈ തെറി മാറ്റി, ആ തെറി താത്ത എന്നുള്ള പേരങ്ങോട്ട് മാറ്റി, അത് നല്ല കാര്യമല്ലേ? എത്ര മോശം തെറി താത്ത എന്നല്ല താത്തേനെ അറിയപ്പെടണം. അതെന്തുകൊണ്ട് താത്തേനെ വായിന്ന് വരുന്ന വാക്കുകൾ അതുപോലത്തെ ആയതുകൊണ്ടല്ലേ. ഞാൻ എൻ്റെ വീഡിയോയിൽ തെറി പറയാറില്ല. എൻ്റെ വീഡിയോയിൽ പറയണേ ഞങ്ങൾ വീട്ടിലും പറയാറില്ല. ഞങ്ങളുടേതായ തല്ലൂട്ട് പിണക്കൊക്കെ ഉണ്ട്. അത് ഇടയ്ക്കും തിരക്കും വിലക്കൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലും തല്ലൂട്ടുണ്ട്, പിണക്കുണ്ട്. അച്ഛനും അമ്മയായിട്ടുണ്ട്, മക്കളും അച്ഛനായിട്ടുണ്ട്, അമ്മയും മക്കളായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ആ വീട്ടോട് ഉണ്ടാവേണ്ട തല്ലൂട്ടേനും കാര്യങ്ങളൊക്കെ തന്നെ. അല്ലാണ്ട് കൂടുതൽ ഇപ്പം അതുമില്ല. ഇപ്പോൾ കൊടുക്കലും കുടിക്കും നമ്മൾ മാത്രമായിട്ട് തല്ലൂട്ടുള്ളൂ. ഇപ്പോൾ മൂത്തവരായിട്ടുള്ള തല്ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അവരവരെ കല്യാണം കഴിഞ്ഞ് പോയി കാര്യങ്ങളെ ഇനിയിപ്പോൾ പൊന്നു അങ്ങനെ എന്താണ് പറഞ്ഞത്, പൊന്നു പറഞ്ഞത് തെറ്റായിട്ട് ഇരുത്താണോ അതൊന്നും എനിക്ക് ഞാൻ പൊന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് അതൊക്കെ ഒന്നുമില്ല. അത് പൊന്നിന് തോന്നിയത് പൊന്നു ഇനിയിപ്പോൾ അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ്, എൻ്റെ സത്യാവസ്ഥ. ഞാൻ അവർക്ക് ഞാൻ ഇപ്പോൾ പൊന്നിന് രാത്രി പൊന്നിന് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ പോവുക, സൈബറിൽ പോവുക. ആ നേരത്തെ 2 മക്കളെ എടുത്ത് പോയി ഞങ്ങൾ പോയി. ഞാൻ പറഞ്ഞു കുഞ്ഞു പൊന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഞ്ഞു വിളിച്ചാൽ എന്ത് ആവശ്യം വിളിച്ചിട്ട് അമ്മ വരാട്ടാന്ന്. ഈ ഒരു വാക്ക് എനിക്ക് എൻ്റെ മക്കൾ അതിപ്പോൾ കുഞ്ഞെ കൊടുങ്ങല്ലൂർ എടുക്കുമ്പോൾ കുഞ്ഞിനോട് പറഞ്ഞ സെയിം ഡയലോഗ്. കുഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചിട്ട് പൊന്നിന് ഇന്നാണ് ബ്ലീഡിങ് കണ്ട് നമ്മുടെ ഡോക്ടറുണ്ട്, അതായത് എത്തുമ്പോഴാണ് കുഞ്ഞു ബ്ലീഡിങ് കാണുമ്പോൾ ചെറുതായിട്ട് 11 മണി. എന്നിട്ട് എത്തുമ്പോൾ 2:30 അതേപോലെ ആ സമയം പിറ്റേ ദിവസം ഒരു 9:30-10 മണിയപ്പോൾ പോയി കുഞ്ഞെ വിളിച്ച അമ്മ എനിക്ക് ചെറിയ ബ്ലീഡിങ് കാണാണ്. അപ്പോൾ ഞാൻ അമ്മ വരണം, അമ്മ സൈബറിലേക്ക് എത്താൻ നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് അമ്മ. അപ്പോൾ അവളോട് വേണ്ട അമ്മ വരണ്ട, അവിടെ പോയിട്ട് നോക്കട്ടെ, നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മേനെ വിളിക്കുക. അപ്പം അമ്മ വന്നത് ഇപ്പം അമ്മ വേണ്ട, ഇപ്പം ഞങ്ങളൊന്ന് പോയി നോക്കി നോക്കട്ടെ എന്നാണ്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ അമ്മയ്ക്ക് വരുന്നോണ്ട് കുഴപ്പമില്ല, അച്ഛനും അമ്മയ്ക്ക് വരുന്നുണ്ട്, അച്ഛനും അമ്മ കൂടിയിട്ട് വരാം. വേണ്ട അമ്മ ഇപ്പോൾ ഈ രാത്രി അത് ഉണ്ണുകളെന്നെ എടുത്തിട്ടിട്ട് വരാക്കണ്ട, അവനോട് ഉറങ്ങുന്ന ടൈമല്ല, അമ്മ ഉറങ്ങിപ്പോകുന്നത്. ഞങ്ങൾ ഉറങ്ങിയില്ല, അവളുടെ വിവരം അറിയണ അച്ചു കറക്റ്റ് ടൈമിൽ തന്നെ ഡോക്ടർ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അച്ചു വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടു. അപ്പോൾ ഡോക്ടറെ കണ്ട ശേഷം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. സ്കാൻ ചെയ്ത് ഇറങ്ങിയ ശേഷം അച്ചു വിളിച്ചിട്ട് അപ്പോൾ സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പോരെ, റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ. അത് കുഞ്ഞിനോട് ഞാൻ നിങ്ങൾ റെസ്റ്റ് നമ്മുടെ വീട് ചെറുതാണ് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ 2 ആൾക്കും ഓരോ റൂമിലെടുക്കാം, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. എന്നോട് അച്ഛനോട് പെറ്റണ പോലെ നോക്കാം. ഇപ്പോഴും കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുക, കുഞ്ഞിനെ കുളിപ്പിച്ച് കൊടുക്കുക, കുഞ്ഞിനെ അതൊന്നും ചെയ്യണില്ല. ഞങ്ങൾ രാവിലെ ഇവിടെ എല്ലാവർക്കും കഴിക്കണം ഫുഡ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും, ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കി വയ്ക്കും. രാവിലെ കഴിച്ചത് കുഞ്ഞെ പല്ല് വെച്ച അമ്മ അച്ഛൻ ഞാൻ അച്ഛനും കൊടുക്കും. അപ്പോൾ അവൾ വന്ന് വരുന്ന അടക്കള നേരം അവളും ഫുഡ് കൊണ്ട് മേശയിൽ വയ്ക്കും. ഞങ്ങൾ എല്ലാവരും ഒന്ന് കഴിക്കും. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കുഞ്ഞ് അടക്കളയിൽ നിന്ന് സാധനമൊക്കെ ഉണ്ട്, മെഷീനിൽ നിന്ന് എടുത്ത് കഴിച്ചോളൂ, ഇന്നതൊക്കെ ഉണ്ട് എന്നൊക്കെ വേണ്ടി ഞാൻ പോകും. ഉച്ചയ്ക്ക് അവൾ വിളിക്കുക അമ്മ വരാറായി ചോറിനാറായാലും അപ്പോൾ ചിലപ്പോൾ വലിയ മൂട് ചോറുണ്ടോ അമ്മ എത്താൻ നേരം പോയി പറഞ്ഞു. ഞങ്ങളുടേതായ കാര്യം അതുകൊണ്ട് ഞങ്ങളും അവളോട് നിന്ന് നോക്കുമെന്നല്ല. അവളോടും അച്ഛനോട് നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ വേണ്ട ഊരി അവിടെ വെച്ചോ, അച്ഛൻ വാഷിട്ട് കഴിയുമ്പോൾ അതെല്ലാവരും ഡ്രസ്സിൻ്റെ ഒപ്പം അച്ഛൻ തന്നെയാണ് കഴുകുന്നത്. അത് പൊന്നിനോടും പറഞ്ഞിട്ടുണ്ട്. പൊന്നു വൈകി ഇങ്ങോട്ട് പോരാ, പൊന്നു പറഞ്ഞില്ല അതിൻ്റെ ഒരു എല്ലാവരും കൂടി അപ്പോൾ വീട്ടിൽ ഞങ്ങൾ അവിടെ നിന്നോടും. ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളിങ്ങനെയൊക്കെ പറയണേ. ഞാൻ എന്താ ചെയ്തത് അവൾ പറഞ്ഞല്ല, നിങ്ങളുടെ കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് അവിടെ പോയി നിൽക്കുന്നില്ലേ. എനിക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ അധികം പോയി നിൽക്കാറില്ല. അവിടെ താഴെ ഒരു അമ്മച്ചിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഉള്ളോട് ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. കുറുക്കനെ വിളിക്കാൻ അങ്ങോട്ട് ഒരു ഓട്ടം കൂടെ ഒരു പടച്ചത്. അപ്പോൾ ഞങ്ങൾ പോയി എന്നെ കുറുക്കാൻ വിളിക്കുന്നത് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും പോകുമ്പോഴേ എന്നെ കുറുക്കനെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരും. കുറുക്കാൻ വിളിക്കാൻ അവിടെ പോയി ഓടി കിടക്കി ചെയ്തിട്ട് അവിടെ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ വയസ്സായ ഒരു അമ്മയാണ്. അവർക്ക് അധികം ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമില്ല. അവരെ വീട് നമ്മളൊരു റെൻറ്റ് വീട്ടിലിരിക്കുമ്പോഴുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ടുപോയി അത് അവർക്കും കൂടി ബുദ്ധിമുട്ടുള്ളൂ. അവർക്ക് നല്ലൊരു വീട് താമസിക്കാനും കാര്യങ്ങൾ കിട്ടണം. നമ്മുടെ മക്കളെ കൂടിയിട്ട് ഓടിയിട്ടും ബഹളം വെച്ചിട്ടും അത് തട്ടിയിട്ടും അവർ കുട്ടികളാണ്. നമുക്ക് ഒരു പരിധി പറഞ്ഞാലും അവർ ഓട്ടോമാറ്റിക്കലി അവരെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും. നമുക്ക് ഒരു പരിധി വരെ അവർ തടയാൻ പറ്റുള്ളൂ. ഞങ്ങൾ മറ്റൊരാൾക്ക് ശല്യം ആവണമെന്ന് വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങളെ പോലുള്ളവർ ഞങ്ങളെ എങ്ങനെയാണ് കാണണേന്ന് കാക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സങ്കടം. ചില നേരത്തല്ലേ ഇപ്പോൾ ഒരു ആരെയാണ് എന്നെ അറിയാം, എനിക്ക് അന്വേഷണം അറിയാം. ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ രണ്ടാളാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് നിശ്ചയിച്ചിട്ടുള്ള വീഡിയോ അല്ല. ഇനിയിപ്പോൾ ഇതിന് പറയുമ്പോൾ റീച്ചപ്പടിക്ക് ആ താത്തയുടെ ശബ്ദം വർത്താനം കണ്ടപ്പോൾ താത്തയ്ക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ആ ഫാസില അവരും ഈ നേരത്തെ അമ്മയ്ക്ക് കുട്ടിയെ നോക്കാനില്ല.
അമ്മയ്ക്ക് ഇല്ലാത്ത തിരക്ക് നീ വന്നിട്ട് എനിക്ക് ചിലവ് തരും. നീ നിന്റെ വീട്ടിലെ വല്ലൊരു ആസ്പത്രി വെച്ചിട്ട് ആവുമ്പോൾ അവിടെ തന്നെ നിൽക്കും. നിന്റെ ജോലിക്ക് നീ പോവില്ലേ? നമുക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് പോവാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി നമുക്കത് ചെയ്ത് അവസാനിപ്പിക്കണ്ടേ? കുന്നോളത്താണ് ഷോപ്പ്. അപ്പോൾ അവർ വിളിക്കും, പണിക്കാർ വന്നിട്ട് ചേട്ടനോട് വായു പറയും. അപ്പം നമ്മൾ ഇവിടുന്ന് പോകണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചേട്ടാ കാശ് വേണം, കാശ് കൊണ്ടു. അപ്പോൾ ഈ കാശും കൊണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കയ്യിൽ കാശുണ്ടല്ലേ എവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വേണം അത് കൊണ്ടുപോകണമെങ്കിൽ. അപ്പം നമ്മളെന്താ ചെയ്യും? നമ്മളിതിൻ്റെ പിന്നാലെ ഒക്കെ ഓടണം. ഒരു പരിധിയില്ലേ മനുഷ്യനില്ലേ? ഓ വല്ലാത്തൊരവസ്ഥ ചില നേരത്തെ. ഒരു ആത്മഹത്യ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് എൻ്റെ പൊന്നു താത്ത വേറെ ഒന്നുകൊണ്ടല്ല. ഞങ്ങൾക്ക് ചില സമയത്ത് ഞങ്ങൾക്ക് വയ്യാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് മതി രാവിലെ എണീച്ച 42 വയസ്സുകാരി ഓരോരുത്തരും നടക്കുമ്പോൾ ഞാൻ ഇവിടെ അവരൊക്കെ എന്ത് സുഖത്തിലാണ് നടക്കുന്നത്. എന്നേക്കാളും പ്രായമുണ്ട് അവർ നടക്കാനും അവർക്ക് അറിവേണ്ടിയില്ലല്ലേ. ഇവിടെ രാവിലെ ഇരിക്കുമ്പോൾ ഈ കൈ കൊടുക്കും, ഈ കൈ കുറേ നേരം അമർത്തും, ഈ കൈ അമർത്തും, കാലം അമർത്തി അത് മരുന്ന് വേനയുടെ മരുന്ന് തേച്ചിട്ട് വേണം എനിക്ക് രാവിലെ കിടക്കാമെന്നത് പൊന്തണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഇതൊക്കെ വയസ്സിനെ സംബന്ധിച്ച് വരുന്ന അസുഖങ്ങളാണ്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കേട് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് രാവിലെ എനിക്ക് എൻ്റെ അടുക്കളയിൽ എൻ്റെ പണിയോട് ഞാൻ ചെയ്യണമെങ്കിൽ അതിനായിട്ട് ആദ്യം എണിച്ചിട്ട് എന്നിട്ട് ഇവിടെ മരുന്നോട് മേടിച്ചു ഞാൻ കാണിച്ചു തരാം. നമ്മൾ പറയാനില്ല താത്തയ്ക്കല്ല, താത്തയ്ക്ക് അത്ര സ്വഭാവത്തില് അതാണ് ഇപ്പോഴത്തെ മരുന്ന്. ഇതാണ് മെയിനായിട്ട് ഇപ്പൊ പറ്റുന്നത്. ഇത് രാവിലെ എനിക്ക് കയ്യിലൊരിക്കൽ കൈ മേലും കൈ പരട്ടിയിട്ട് വേണം ഞാനൊന്ന് കിടക്കണമെന്ന് പോന്നെ. ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് എൻ്റെ വേദന വരുന്നോട് പറയും വേദന വരല്ല, എനിക്ക് 42 വയസ്സായിട്ടുള്ളൂ. 82 വയസ്സായിരുമ്പോൾ എനിക്ക് വേദന വന്നാൽ മതി പറയാൻ പറ്റുമോ? താത്ത എന്ത് വർത്താനം പറഞ്ഞു? ഒരാൾക്ക് അസുഖം വേദനകളും വരുന്നത് വയസ്സ് നോക്കിയിട്ടാണോ? എനിക്ക് വയസ്സായ പോലെ ആയി. ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് 4 ഡെലിവറിയും കാരണം കഴിഞ്ഞ് എൻ്റെ ശരീരത്ത് 10 ഓപ്പറേഷനും കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വയ്യ. എന്നൊരു സ്ത്രീ എന്നുള്ളത് എനിക്ക് എൻ്റെ ശരീരത്ത് പരമാവധി അപ്പുറം മരുന്നുകൾ കയറിയ ശരീരം. എനിക്ക് അതിൻ്റെതായ അസുഖങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താത്തയ്ക്ക് ഈ തിന്നിട്ട് എല്ലാം കുത്തിയിട്ട് തെറി മാറാതിരിക്കണം താത്തയല്ലല്ലോ ഞാൻ. താത്തയ്ക്ക് പ്രായം കുറേ ഉണ്ടാവും, ചിലപ്പോൾ താത്തയ്ക്ക് കേടുണ്ടാവില്ല. താത്തയ്ക്ക് ഈ തിന്നിട്ട് എല്ലാം കുത്തി നടക്കുമ്പോൾ താത്തയാണ്. പക്ഷേ എനിക്കതല്ല, എനിക്ക് എൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. താത്താന്ന് വിളിക്കാൻ യോഗ്യതയും ഇല്ല. താത്തയ്ക്ക് ആ യോഗ്യതയില്ല. ഒരു ചേച്ചി എന്ന് വിളിച്ച് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു യോഗ്യതയും താത്തയ്ക്കില്ല. അപ്പം ഞാൻ പോട്ടെ താത്ത, നീ തെറുത്താത്ത ഇതിന് റിയാക്ഷൻ വീഡിയോ ആയിട്ട് തെറുത്താത്ത വരുന്നൊക്കെ അറിയാം. ഓക്കെ, തെറുത്താത്തക്ക് ചെറുത്താത്ത ഇവരെ വീഡിയോ ഒക്കെ ഇടാൻ ഇഷ്ടമല്ല. ഒരാൾ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. എനിക്ക് ഇവരുടെ വീഡിയോ ഇവരുടെ വീഡിയോ ഒക്കെ ഇടാൻ ഇഷ്ടമല്ല. ഇവരുടെ വീഡിയോ ഞങ്ങൾ പക്ഷേ വീഡിയോ കാണാറില്ല, പറയുന്നുണ്ട്. എല്ലാ ഇടയിലൊക്കെ വീഡിയോ കാണുന്ന കാര്യം പറയുന്നുണ്ട്. ഇവരെ വീഡിയോ കണ്ടിരിക്കുന്ന സമയം ഈ താത്ത കാണില്ലെങ്കിൽ അധികം ഇങ്ങനെ അറിയാണ്ട് വീഡിയോ കാണുന്നവരുടെ ബുദ്ധിമുട്ട് എന്താന്ന്. താത്ത ഈ തെറി മറ്റുള്ളവർ പറയും, അവരിൽ നിന്നുള്ള തെറി ഇങ്ങോട്ട് കേൾക്കും, ആ തെറിക്ക് അടുത്ത തെറി കൊടുക്കും. ഇതല്ലേ താത്തയ്ക്ക് കാണാനും ചെയ്യാനുള്ള നേരമുള്ളൂ. താത്തയ്ക്ക് നല്ല കാര്യം ചെയ്യാനുള്ള നേരം താത്തയ്ക്കില്ലല്ലോ. അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട്. ഇനി ആരും പറയരുത്. അപ്പം ഇനി ആരും പറയരുത് താത്തോട് വീഡിയോ. താത്ത അത്രയും താത്തയെ ബുദ്ധിമുട്ടിക്കല്ലേ? നീ അതിന് താത്തയെ ബുദ്ധിമുട്ടിക്കും. പാവല്ലേ താത്തയാളെ ചെറുപ്പക്കാരിയാണ്. ചെറുപ്പക്കാരിക്ക് ഇങ്ങനെയൊന്നും നിങ്ങൾ ഭാരം കൊടുക്കല്ല, താങ്ങില്ല താത്തയ്ക്ക്. അതുകൊണ്ടാണ് ഇന്ന് പോട്ടെ താത്ത നമ്മൾ റൺവേയില് സാറേ പോട്ടെ സാറേ നീ വിളിക്കണ്ടോ സാറേ, നിന്റെ സാറ് വിളിയുടെ കാര്യം. അതേപോലെ താത്തേന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ താത്തേ. ഓക്കെ, താത്തയുടെ സംസ്കാരം എന്താണ് അതാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ നിങ്ങൾ പറയില്ല. അത് നമ്മളെ ജനിപ്പിച്ചിട്ട് തലയുടെ ഗുണം കൊണ്ടായിരിക്കും നമുക്കത് പറയാം. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് ശീലിപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കത് അറിയില്ല. ഓക്കെ, അപ്പോൾ പോട്ടെ താത്ത, എന്നാൽ പോയിട്ട് വരാട്ടെ താത്ത. ബൈ താത്ത. അപ്പം വീണ്ടും വലിയ താത്ത പോയിട്ട് വരാം താത്തേ. ബൈ ബൈ. താത്ത വീണ്ടും വരാം. താത്ത ഇല്ലെങ്കിൽ എന്താ യൂട്യൂബ് ചാനലുള്ളത്? താത്ത ഈ യൂട്യൂബ് ചാനൽ എല്ലാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയല്ലേ താത്ത ഇരിക്കുന്നത്. അല്ലാണ്ട് താത്ത വേറെ പുണ്യകർമ്മൊന്നും ചെയ്യാൻ പോലെന്ന് ഞങ്ങൾക്കും അറിയാം. തെറി പറഞ്ഞിട്ടാണ് താദ്യം കാശുണ്ടാക്കണം. താത്ത തെറി പറഞ്ഞ് കാശുണ്ടാകണു. ഞാൻ എൻ്റെ വീട്ടിലുള്ള പണിയും കാര്യങ്ങളും അതിന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ കാശുണ്ടാകും. ഇത്രയുള്ള അന്ന് താത്തേക്കാൾ ഒന്നും കൂടി താത്തയുടെ വീഡിയോ ആൾക്കാർക്ക് കാണണം. അത് താത്തയുടെ പോലെ ഉള്ളവരായിരിക്കാം തെറി പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം താത്തേനെ അതത്രയ്ക്ക് ഉള്ളൂ. എനിക്ക് താത്തേനെ താത്തയുടെ വാരൊറ്റ വീഡിയോ ആണ്. എൻ്റെ ഇതിന് റിയാക്ഷൻ ചെയ്ത വീഡിയോ ആണ്. ഒരു വീഡിയോ ആണ്. അപ്പം ഇൻസ്റ്റയിൽ ഒരു
ആളുടെ പേര് കുറഞ്ഞ ആളെ ഇതുപോലെ ആളെ തീർത്താത്തതിന് അങ്ങോട്ട് റിയാക്ഷൻ വീഡിയോ ഉണ്ട്. അതിന് ആ കുട്ടറെ ചേട്ടനോ അനിയനോ ആളെ വീഡിയോ നോക്കി അറിയട്ടെ. അതിനൊക്കെ ഞാൻ കമൻറ്റ് ലൈക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ ആ താത്തേനെ കുറ്റം പറയുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്നല്ല, ഞാൻ താത്തയുടെ വീഡിയോ എടുത്ത് നോക്കണമാണോന്നല്ല. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊന്നും ഞാൻ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിനും നേരില്ല. ആകെ ഇൻസ്റ്റയിലാണ് എപ്പോഴെങ്കിലും ഒരു നോക്കുക, ഒരു 5-6 മിനിറ്റ് നോക്കും. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് വല്ല പണിനപ്പോൾ അവിടെ വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് ഒന്നും എടുക്കും എത്താൻ. യൂട്യൂബ് തീരെ ഞാൻ യൂസ് ചെയ്യാറില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ യൂട്യൂബ് നോക്കാറുള്ളൂ. എനിക്ക് നോക്കാൻ പിന്നെ കുഞ്ഞമ്മ അമ്മ റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഉപ്പും മണി ലൈറ്റ് നട്ടിച്ച വേഷം എന്താ അവൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഹൈസിൻ്റെ വീഡിയോ ഈ തീർത്താത്തയുടെ വീഡിയോ വന്നു. അപ്പോൾ ഹൈസിൻ്റെ വീഡിയോ കണ്ട് തീർത്താത്തയുടെ വീഡിയോ ഞാൻ രാവിലെ പറഞ്ഞത്. അവർ കാണില്ല എന്ന് വെച്ച് ഇങ്ങനെ ഇരുന്ന അപ്പോൾ മോള് വന്ന് വീണ്ടും. അപ്പോൾ ഞാനൊന്ന് കണ്ടപ്പോൾ ഈ പെണ്ണ് ശരിയല്ല എന്നുള്ള ആ വാക്ക് പറഞ്ഞപ്പോഴുള്ളൂ എനിക്ക് സത്യം പറഞ്ഞ വീട്ടിൽ പണിയിരിക്കില്ല മടിച്ച്. അപ്പോൾ താത്തയ്ക്ക് 2 വാക്ക് പറഞ്ഞു. സത്യം പറഞ്ഞാലേ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നവരോട് ഗതികേടോണ്ട് ഇട്ട് പോകണം ഒരു വീഡിയോ കേട്ടോ. ഗതി നമ്മളല്ലാത്തൊരു കാര്യത്തിൽ നമ്മളിങ്ങനെ താത്തി പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിങ്ങനെ ഒന്ന് റിയാക്ഷൻ ചെയ്ത് പോകുന്നതും അത് പലർക്കും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ഇഷ്ടമില്ലാത്തവരോട് സോറി. പക്ഷെ എനിക്കിത് ഇട്ടേ പറ്റൂ. നമ്മളെന്നെ എത്ര എന്താ പറയുക, നമുക്കൊരു വീഡിയോ ഇടുന്നതാണ് നമ്മുടെ തന്തയ്ക്കും തലയ്ക്കൊക്കെ വിളിക്കണം. അതൊരു വീഡിയോ ഒക്കെ വന്നാൽ നമുക്കത് പരിധി വരെ ക്ഷമിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ചോരക്കൊന്നും തളയ്ക്കും. അത്രേ ഉള്ളൂ. പോട്ടെ, ബൈ.